നെയ്ത്ത് മേഖലയിൽ നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള ഒരു ഫാക്ടറി. പെട്ടെന്നൊരു ദിവസം ആ ഫാക്ടറിക്ക് പൂട്ട് വീണു. തൊഴിലാളികൾ കുടിയിറക്കപ്പെട്ടു. എന്നാൽ അത് അംഗീകരിക്കാതെ കുറച്ച് തൊഴിലാളികൾ മാത്രം സമരം തുടങ്ങി. ആ സമരം 16 വർഷം നീണ്ടു. ഇപ്പോഴും തുടരുന്നു. നിയമവിരുദ്ധമായിട്ട് അടച്ചുപൂട്ടി അതിനെതിരെ സമരം തുടങ്ങിയതാണ്. വീട്ടുവേലയ്ക്ക് പോകുന്നോ അല്ലെങ്കിൽ ഹോട്ടലിൽ പണിക്ക് പോകണോ അങ്ങനെയുള്ള ചിന്താഗതിയായിപ്പോയി. ഏത് നിമിഷം നിലം പൊത്തു. അതോടുകൂടി 200ഓളം വർഷങ്ങൾക്കുള്ള പൈതൃക സ്വത്ത് ഭൂമിയുടെ അടിയിൽ പോകും. ഇപ്പോഴും ഈ സ്ഥാപനത്തിൻ്റെ ഈ വരാന്തയിൽ നിൽക്കുമ്പോൾ സങ്കടമാണ് വരുന്നത്. കോഴിക്കോട് ജില്ലയുടെ മുഖമായിരുന്ന കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി 2009 അടച്ചുപൂട്ടുന്നത്. കോംട്രസ്റ്റ് തുറക്കണമെന്നും സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ആ സമയത്ത് തന്നെ തൊഴിലാളികൾ സമരം ആരംഭിച്ചു. 2012 അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ചു. പിന്നീട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചു. 2009 അടച്ചുപൂട്ടാനുള്ള കാരണം ഇവിടെ ഓർഡർ ഇല്ല, പിന്നെ എന്താണ് നമുക്ക് ഓർഡറുകളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് അടച്ചുപൂട്ടിയത്. പക്ഷേ ഇവർ അടച്ചുപൂട്ടാനുള്ള കാരണം എന്താണെന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. കാരണം ഈ സ്ഥലത്തിലാണ് ഇവരെ കണ്ണ് എന്ന് മനസ്സിലായി. കാരണം നഷ്ടത്തിലാക്കിയിട്ട് വടക്കാക്കി തനിക്കാക്കുക എന്നുള്ളൊരു നിലപാടാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റും ഇവിടുത്തെ ട്രേഡ് യൂണിയനും കൂടി തീരുമാനമെടുത്തത്. അതെല്ലാ ട്രേഡ് യൂണിയനും അതിന് പങ്കുമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കമ്പനി എന്ന് പറഞ്ഞാൽ ലാഭത്തിൽ നടക്കുന്ന കമ്പനി തന്നെയാണ് ഇത്. പക്ഷേ ഓർക്ക് ഇത് കമ്പനി ഇവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ ആളുകളും അന്ന് എന്ന് പറഞ്ഞാൽ ഇത് നഷ്ടത്തിലാക്കി ഇത് ഓര് പൂട്ടിച്ചതാണ് അന്ന്. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2018 കോംട്രസ്റ്റ് ഏറ്റെടുക്കലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനായിരുന്നു കോംട്രസ്റ്റ് കെട്ടിടത്തിന്റെയും ഭൂമിയുടെയും നടത്തിപ്പ് ചുമതല. എന്നാൽ KSIDCയുടെ ഭാഗത്തു നിന്ന് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. രാഷ്ട്രപതി അംഗീകാരം കിട്ടിയതിന് ശേഷം തുടർ ഭരണം കിട്ടിയ ഈ LDO സർക്കാർ എന്തുകൊണ്ടാണ് ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിക്കാത്തതെന്നാണ് വ്യവസായ മന്ത്രി അടക്കം ചോദിച്ച കാര്യങ്ങളാണ്. അന്ന് നിങ്ങൾ VRS എടുത്ത് പോയിക്കൂടെയാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത് ഏറ്റെടുത്തതെന്ന് വെച്ചാൽ തൊഴിലാളികളുടെ സമരം ചെയ്ത് എങ്ങനെയെങ്കിലും പോയിക്കോളും, ഇതിൻ്റെ വൈത്താരം പോകില്ല എന്നാണ്. ഈ സഹാക്കന്മാർ മുഷ്ടി ചുരുട്ടി ഇൻക്ലാബ് വിളിക്കുന്നുണ്ടെങ്കിൽ അതേമാതിരി മുഷ്ടി ചുരുട്ടി ഇൻക്ലാബ് വിളിക്കുന്ന സഹാക്കന്മാരെ ഞങ്ങളും സഹാക്കന്മാർ തന്നെയാണ്. ഈ സഹാക്കന്മാർ ഇങ്ങനെ ഇതിനെതിരെ തുടർന്ന് പോകുന്ന ഒരു വിചാരിച്ചിട്ടില്ല. ഇത് ഭൂമാഫിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഏറ്റെടുക്കൽ ഓർഡിനൻസ് ഉണ്ടാക്കി. അതിനിടെ തൊഴിലാളികളുടെ ദുരിതം ലഘൂകരിക്കുന്നതിന് വേണ്ടി 5000 രൂപ തൊഴിലാളികൾക്ക് അനുവദിച്ചിരുന്നു. ഈ തുക കൊണ്ടാണ് പലരും ജീവിതം തള്ളി നീക്കിയത്. എന്നാൽ വിരമിക്കൽ പ്രായം പിന്നിട്ടെന്ന് കാണിച്ച് പലർക്കും ഈ തുകയും നിഷേധിച്ചു. 10-16 വർഷം ഇവിടെ ജോലി ചെയ്തവരല്ലേ. അപ്പോൾ 42 വയസ്സിലാണ് നഷ്ടപ്പെട്ടത് ജോലി. ഈ നഷ്ടപ്പെട്ട സമയത്ത് എവിടെയും ഞങ്ങളെ പണിക്കെടുക്കാൻ പറ്റാത്തൊരു ഏജായിപ്പോയി. അങ്ങനെ പിന്നെ വീട്ടുപണിക്ക് തന്നെ പോകേണ്ടി വന്നു. അല്ലാണ്ട് മുന്നോട്ട് പോകാൻ വയ്യ. പക്ഷേ മക്കളെ പഠിപ്പ് മുഴുവൻ പകുതിയായിപ്പോയി, മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വാടകയ്ക്ക് ജീവിക്കുന്ന ആളാണ്. പകുതിയും പൊളിഞ്ഞ കെട്ടിടമാകട്ടെ ഇപ്പോൾ ലഹരി സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതിനകത്ത് പോയാൽ തന്നെ കാണാം. കാരണം തമ്പടിച്ചിട്ട് അവർ താമസിക്കാൻ സെക്യൂരിറ്റി അങ്ങോട്ട് പോകില്ല. കാരണം എന്താ, അതൊക്കെ വിറ്റുപോയ സ്ഥലങ്ങളാണ്. അവർക്ക് ഹെഡ് ഓഫീസ് മാത്രം നോക്കിയാൽ മതി. കോഴിക്കോട് നഗരത്തിന്റെ മുഖമായിരുന്ന ഈ കെട്ടിടത്തിന് ഇന്നൊരു പ്രേതാലയത്തിന്റെ രൂപമാണ്. വിലപിടിപ്പുള്ള യന്ത്രഭാഗങ്ങൾ പലതും മോഷ്ടാക്കൾ കടത്തി. അധികാരികൾ തന്നെ ഇവിടം ലഹരി സംഘങ്ങൾക്ക് വിട്ടുകൊടുത്ത നിലയിലാണ്. എങ്കിലും പ്രതീക്ഷ അസ്തമിക്കാതെ ഒരു കൂട്ടം മനുഷ്യർ ഇപ്പോഴും ഇവിടെ സമരം തുടരുകയാണ്. അരുൺ കിഷോറിനോടൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.